ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് കുറച്ച് ജമന്തിയുടെ ക്രിസാന്തിമത്തിൻ്റെ കോംബോ ഓഫറും ആയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് സെയിലിന് റെഡി ആയിട്ടുള്ള ജമന്തി പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കളേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽ വരുന്നുണ്ട്. നമ്മൾ ഓരോ കളറും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഏതൊക്കെ വെറൈറ്റീസാണെന്നുള്ളത്. ഈ ഒരു ടൈം മഴക്കാലം എന്ന് പറയുന്നത് ജമന്തിക്കൊക്കെ അത്യാവശ്യം നല്ലപോലെ ഗ്രോത്ത് ആവാൻ പറ്റിയ ഒരു ടൈമാണ്. വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ജമന്തി ഉണങ്ങിപ്പോവുക അങ്ങനത്തെ ഇഷ്യൂ വരാറുണ്ട്. പക്ഷെ മഴക്കാലത്ത് നമ്മൾ അത്യാവശ്യം സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ ജമന്തി പ്ലാന്റ്സ് സംരക്ഷിച്ചെടുക്കാനും അതോടൊപ്പം തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും ജമന്തി പ്ലാന്റ്സിന് പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നടേണ്ട രീതി എന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു റെഡ് കളറാണ്. ഈ ഒരു മെറൂൺ പോലത്തെ ഒരു റെഡ്, മെറൂൺ അല്ല, ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡാണ്, ബ്ലഡ് റെഡ് എന്നൊക്കെ പറയാം. ആ ഒരു ഷെയ്ഡാണ് ഇതിൽ കാണിക്കുന്ന റോസ്. രണ്ടാമതായിട്ട് ദേ ഈ ഒരു കളറാണ്, ഒരു മജന്ത ഷെയ്ഡ് വരുന്ന ദേ ഈ ഒരു കളറാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവറിങ് എല്ലാം സ്റ്റാർട്ടിങ് പരുവത്തിലാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് കൊറിയർ അയച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് ചകിരിച്ചോറ്, കൊക്കോപ്പീറ്റും പെർലൈറ്റ് മൂടുള്ളൊരു മിശ്രിതത്തിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ജിഫി ബാഗിൽ വെച്ച് കഴിഞ്ഞാലും മതി. ഇത് മൂന്നാമത്തത് ഈ ഒരു ബേബി പിങ്കും വൈറ്റും കൂടെ മിക്സ് വരുന്ന ഒരു കളറാണ് മൂന്നാമത്തെ ജമന്തി. ഇതിപ്പോൾ 3 അല്ല, ഇതിനകത്ത് 5 ജമന്തിയുടെ ഒരു കോംബോ ആണ് കാണിക്കുന്നത്. പക്ഷേ വെറൈറ്റീസ് ആയിട്ടുള്ള ഒരു 6-7 കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മിക്സ് ആയിട്ടായിരിക്കും കേട്ടോ അയക്കുക. പിന്നെ ഇത് അടുത്ത കളറെന്ന് പറയുന്നത് ഈ ഒരു റെഡും യെല്ലോയും കൂടി മിക്സാണ്. കാരണം ഞാൻ ഇപ്പോൾ ഓരോരുത്തരും കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ജമന്തി ഉള്ളത് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും എടുത്ത് അയക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഏതെങ്കിലും 5 കളറായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അത് അവൈലബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും 5 കളേഴ്സ് അയച്ചു തരുന്നത്. പിന്നെ ഇതാണ് റെഡ് കളർ എന്ന് പറയുന്നത്, വൈറ്റ് കളറാണത്. ഇത് ബുഷി ടൈപ്പാണ്, ഒരുപാട് ഹൈറ്റ് വെക്കുന്ന ടൈപ്പല്ല. മുമ്പ് ഞാൻ സെയിലിന് ഹൈറ്റുള്ള പ്ലാന്റ്സ് കൊണ്ടുവന്നപ്പോൾ കുറച്ച് പേര് പറഞ്ഞു അവർക്ക് ഹൈറ്റ് ഒരുപാട് വേണ്ട, ചട്ടിയിൽ കുഞ്ഞായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്ന ടൈപ്പ് പ്ലാന്റ്സ് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബുഷി ടൈപ്പ് ജമന്തി. കാരണം അവർക്ക് ബാൽക്കണിയിലും വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ഹൈറ്റ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമില്ല. കുഞ്ഞു പ്ലാന്റ്സ് കിട്ടുമോ, ഷ്രബായിട്ട് വളരുന്ന പ്ലാന്റ്സ് കിട്ടുമോ, അങ്ങനത്തെ ഉണ്ടെങ്കിൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ജമന്തി എടുക്കാമെന്ന് കരുതിയത്. പിന്നെ ഇത് അടുത്ത് വന്നിട്ട് ഈ ഒരു ഡബിൾ പെറ്റൽ വരുന്നതാണ്. ഡബിൾ പെറ്റലിൽ ഡബിൾ ഷെയ്ഡാണ് കേട്ടോ. ഒരുപാട് പെറ്റൽസ് ഒന്നുമില്ല, എന്നിരുന്നാലും പ്രത്യേക ഒരു അട്രാക്ഷനാണ്. ബാക്കിയുള്ള ജമന്തി വെച്ച് നോക്കുമ്പോൾ കളറിലായാലും അതിൻ്റെ പെറ്റൽ കൗണ്ട് വെച്ചിട്ടും വ്യത്യസ്തത പുലർത്തുന്ന ഒരു ജമന്തിയാണ്. ഒരു ക്രീം കളറിൽ ഒരു മജന്ത ലൈൻ ഇങ്ങനെ വരുന്ന ഒരു ടൈപ്പ് ജമന്തിയാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് ഈ ഒരു നമ്മുടെ ചുടുകട്ടയിലും റെഡും എന്ന് പറയാം, അങ്ങനെ ഒരു കളർ ജമന്തിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ടിത്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ പാക്കിംഗ് ഒക്കെ മുമ്പ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ചകിരിച്ചോറിലൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് പാക്ക് ചെയ്തിട്ട് അയക്കുക. പിന്നെ ഇത് അടുത്ത ജമന്തി എന്ന് പറഞ്ഞാൽ സിംഗിൾ പെറ്റലിൻ്റെ തന്നെ ഒരു ക്രീം കളർ ഷെയ്ഡിൽ വരുന്നതാണ് അടുത്ത ജമന്തി. പിന്നെ ഇത് യെല്ലോ ഉണ്ട്. ഇനിയും വെറൈറ്റീസ് കാണിക്കുന്നുണ്ട്, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ തൈകളാക്കി എടുക്കാനായിട്ട് ജിഫി ബാഗ് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും, ജിഫി ബാഗ്സ്. അപ്പോൾ ജിഫി ബാഗ് മേടിച്ച് കഴിഞ്ഞ് അതിൽ നമ്മൾ ഈ ഒരു കമ്പ്, ഇതിൻ്റെ ഒരു സ്റ്റെമ്മ്, ഒരുപാട് മൂത്ത സ്റ്റെമ്മല്ല, ഇളം തണ്ട് കുത്തി വെച്ച് നമ്മൾ നല്ലപോലെ തണലത്ത് വെക്കുകയാണോ എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ തൈകൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പുതിയ തൈകൾ മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ്. എല്ലാം ബഡോട് കൂടിയ പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചത്. കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചത്. ഇപ്പോൾ എല്ലാവർക്കും വെള്ളയും മഞ്ഞയും കോമൺ കളർ മാത്രമായിരിക്കില്ല കേട്ടോ വരിക. കോമൺ കളേഴ്സ് കുറവായിരിക്കും. നമ്മുടെ വൈറ്റ്, റെഡ്, പിന്നെ യെല്ലോ, അങ്ങനെയുള്ളത് എല്ലാം കൂടെ മിക്സഡ് ആയിരിക്കും കേട്ടോ അയക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്